everyone. Today നമ്മുടെ ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫൂറിയർ ട്രാൻസ്ഫോം കണ്ടു, അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റിയാണ്. ലീനിയാരിറ്റി ലീനിയാരിറ്റി എന്താണ്? ലീനിയാരിറ്റി ഓഫ് എ സിഗ്നൽ ഈസ് ലീനിയർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രിൻസിപ്പിളിലേക്ക് പോവാണ്. ഇഫ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x1 of t is x1 of s and Laplace transform of x2 of t is x2 of s, then the Laplace transform of ax1 of t plus bx2 of t is given by ax1 of s plus bx2 of s, where a and b are simple constants. Okay, so weighted sum inde input കൊടുക്കുകയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഈച്ച് ഇൻപുട്ട് കണ്ടിട്ട് വെയ്റ്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, പ്രൂഫ് നോക്കാം. ഓക്കെ, x1 ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം x1 ഓഫ് എസ് ആണെന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടുന്നത്? ഇൻ്റഗ്രൽ 0 to infinity. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സോ 0 to infinity ഉള്ളൂ. നമ്മൾ ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ -∞ to infinity ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോ 0 to infinity x1 of t e raised to -st dt and x2 of s is equal to integral 0 to infinity x2 of t e raised to -st dt. Okay, let this signal be x3 of t. Okay, x3 of s hence be equal to integral 0 to infinity ax1 of t plus bx2 of t into e raised to -st dt. ഓക്കെ, ഈ റേസ് ടു ഉണ്ടല്ലോ, അപ്പോൾ ഈ റേസ് ടു അകത്തേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to infinity ax1 of t e raised to -st dt പ്ലസ് ഇൻ്റഗ്രൽ 0 to infinity bx2 of t e raised to -st dt. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, എയും ബിയും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് എനെ വെളിയിലെടുക്കാം. 0 to infinity x1 of t e raised to -st dt plus b into integral 0 to b into x2 integral 0 to infinity x2 of t e raised to -st dt എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് a into x1 of s പ്ലസ് ബി ഇൻറ്റു x2 ഓഫ് എസ് എന്ന് നമുക്ക് എഴുതാം. അപ്പം x3 ഓഫ് എസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x3 ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നൗ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇസ് ടൈം ഷിഫ്റ്റിംഗ്. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ടൈമിലൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക, അതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് x of t is x of s, then the Laplace transform of x of t minus t0 is e raised to -s t0 into x of s ആയിരിക്കും. ഓക്കെ, സോ u of t minus 2
അതാണ് നമ്മുടെ ഷിഫ്റ്റഡ് വേർഷൻ എങ്കിൽ അത് e⁻−s2 ഇൻറ്റു യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതും കാണാം. നമുക്കിവിടെ എന്താണ് പ്രൂഫ് നോക്കാം. ഇത് നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെയാണ്. സോ നമുക്കറിയാം എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. നമ്മുടെ ഇവിടുത്തേത് എക്സ് ഓഫ് ടി മൈനസ് t0 ആണ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി x1 ഓഫ് എസ്. ഓക്കെ, ഇൻറ്റു e⁻−st dt. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെറ്റ് t−t0 is equal to tau, a dummy variable. ഓക്കെ, ഇംപ്ലൈസ് എന്താണ് tau is equal t is equal to tau plus t0 ആണല്ലോ. t−t0ന് tau എടുക്കുകയാണെങ്കിൽ t എന്ന് പറയുന്നത് tau plus t0 ആണ്. therefore dt is equal to d-tau. കാരണം t0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെത് 0 ആയി പോവും ഡെറിവേറ്റീവ്. സോ dt is equal to d-tau എന്ന് നമുക്ക് എഴുതാം. ഇനി when t is equal to 0, tau is equal to -t0. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എടുക്കുന്നത്. ഓക്കെ, യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് 0 ടു ഇൻഫിനിറ്റി വരെ എൻ്റെ വേരിയബിൾ വേരി ചെയ്യത്തുള്ളൂ. സോ -t0യുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നെ എടുക്കാം. ആൻഡ് വെൻ t ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, tau is equal to infinity. Okay, so x1 of s is equal to integral -t0 to infinity x of tau e⁻−s t എന്ന് പറയുന്നത് എന്താണ് tau plus t0 ഇൻറ്റു d-tau. ഓക്കെ, ഡമ്മി വേരിയബിളിലേക്ക് ഞാൻ മാറ്റി. ഇനി -t0യുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് യൂണിലാറ്ററൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. എക്സ് ഓഫ് tau e⁻−s⁻ ഇൻറ്റു e⁻−st0 d-tau. ഇനി e⁻−s-ഉം t0യും കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ ഞാൻ വെളിയിലേക്ക് എടുത്തു. st0 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് tau e⁻−s⁻ d-tau. ഇതെന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ്. സോ ഇതിനെ നമുക്ക് എക്സ് ഓഫ് എസ് എന്ന് തന്നെ എടുക്കാം. സോ therefore Laplace transform of x of t minus t0 is equal to e⁻−st0 into x of s. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. ഓക്കെ, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്താണ്? നമ്മൾ ടൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമിനൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതിനെയാണ് ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത്. സോ ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എന്താണ് എക്സ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at എക്സ് ഓഫ് ടി വിൽ ബി എന്തായിരിക്കും എക്സ് ഓഫ് എസ് പ്ലസ് എ ആൻഡ് e⁻at എക്സ് ഓഫ് ടി ഇസ് എക്സ് ഓഫ് എസ് മൈനസ് എ. ഓക്കെ, നമുക്കറിയാവുന്നത് തന്നെയാണ്. നമ്മൾ e⁻−at ut ചെയ്താൽ തന്നെ അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം പ്രൂഫ് എന്ന് പറയുന്നത് e⁻−at എക്സ് ഓഫ് ടി എന്തായിരിക്കും ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻−at എക്സ് ഓഫ് ടി ഇൻറ്റു e⁻−st dt. Okay, which is equal to integral 0 to infinity x of t into e⁻s plus a t dt.
ഓക്കെ, എസ് ആയിരുന്നപ്പോൾ അതിനെ നമ്മൾ എക്സ് ഓഫ് എസ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എസ് പ്ലസ് എ ഉള്ളതുകൊണ്ട് എക്സ് ഓഫ് എസ് പ്ലസ് എ എന്ന് വിളിക്കും. ദെയർഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു -at dt എക്സ് ഓഫ് ടിയുടെ എന്താണ് എക്സ് ഓഫ് എസ് പ്ലസ് എ ആയിരിക്കും. ഓക്കെ, സപ്പോസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു യു ഓഫ് ടി. ഓക്കെ, ഇ റേസ് ടു -2t യു ഓഫ് ടി എന്തായിരിക്കും? യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. അപ്പോൾ ഇ റേസ് ടു -2t യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s പ്ലസ് 2. ഓക്കെ, ഇനി ഇ റേസ് ടു -at യു ഓഫ് ടിയുടേത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/s പ്ലസ് എ എന്ന് തന്നെ. ഓക്കെ, സോ അത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ വേറെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിനാണ്. ഈ പ്രോപ്പർട്ടി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എസ്, ദെൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് d/ds ഓഫ് എക്സ് ഓഫ് എസ് മാത്രം പോരാ, ഒരു നെഗറ്റീവ് സൈനും വേണം. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി. ഇത് നമ്മുടെ ഫ്രീക്വൻസി ഡൊമെയിനാണ്. സോ ഫ്രീക്വൻസി ഡൊമെയിനെ എസ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ ടൈം ഡൊമെയിൻ. സോ ടി എക്സ് ഓഫ് ടി ആണെങ്കിൽ -d/ds ഓഫ് എക്സ് ഓഫ് എസ് ആയിരിക്കും ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂഫ് നോക്കാം. ഇപ്രാവശ്യം നമ്മൾ തിരിച്ചാണ് തുടങ്ങുന്നത്. അതായത് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു -st dt ആണല്ലോ. സോ ഡിഫറൻഷിയേറ്റിംഗ് both sides with d of s will give ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസിൻ്റെ ടേംസ് ഇല്ല, അതുകൊണ്ട് അതുപോലെ തന്നെ ഇ റേസ് ടു -st ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇൻറ്റു -t dt എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പുറത്തും ഒരു നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ നെഗറ്റീവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു -st dt എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇതെന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, എക്സ് ഓഫ് ടിക്ക് വരാൻ ടി എക്സ് ഓഫ് ടി വരുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -d/ds ഓഫ് എക്സ് ഓഫ് എസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ഇൻ ദ ടൈം ഡൊമെയിൻ. സോ ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമെയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഇറ്റ് സേസ് ദാറ്റ് ഇഫ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എസ്, then the Laplace transform of dx of t by dt is s x of s minus x of 0. Okay, നമുക്ക് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, കൺട്രോൾ സിസ്റ്റം, DSP, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇതിനകത്ത് തന്നെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സ്റ്റേജുണ്ട്. പിന്നെ നെറ്റ്വർക്ക് തിയറി, അവിടെ എല്ലാം ആപ്ലിക്കേഷൻ. അവിടെ മാത്രമല്ല, നിങ്ങൾക്കിപ്പം മെഷീൻസ്, ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെ ആയിക്കോട്ടെ, ഡ്രൈവ്സ് ആയിക്കോട്ടെ, അവിടെയെല്ലാം ഒരു ഡെറിവേറ്റീവ് ടേം എവിടെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് വരും. ഓക്കെ, ഫ്രം വെയർ വി ഹാവ് ടു ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫങ്ഷൻ, ഫ്രം വെയർ വി ഹാവ് ടു മോഡൽ എ സിസ്റ്റം. ഓക്കെ, ഒത്തിരി ആപ്ലിക്കേഷൻ ഉള്ള ഒരു അനാലിസിസ് വൈസ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഇതിന് നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് എഴുതാം d² x of t by dt². ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ s² x of s
minus Sx of 0. Okay, minus x dash of 0. X dash of 0 എന്ന് പറഞ്ഞാൽ d by dt of x of 0. ഓക്കെ, എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടിക്ക് t is equal to 0 കൊടുക്കുമ്പോഴാണ് എക്സ് ഓഫ് 0 കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഹോമോജീനിയസ് സൊല്യൂഷൻ തരുമ്പം എക്സ് ഓഫ് 0 എന്താണ്, എക്സ് ഡാഷ് ഓഫ് 0 എന്തായിരിക്കും, എക്സ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ചിലപ്പോൾ തരാറുണ്ട്. സോ അങ്ങനെയുള്ളപ്പം നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇക്വേഷൻ. ഇനി ഡി ക്യൂബ് ഓഫ് എക്സ് ഓഫ് ടി ബൈ ഡി ടി ക്യൂബ്, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണെങ്കിൽ എസ് ക്യൂബ് ഓഫ് എക്സ് ഓഫ് എസ് മൈനസ് എസ് സ്ക്വയർ ഓഫ് എക്സ് ഓഫ് 0 മൈനസ് എസ് ഓഫ് എക്സ് ഡാഷ് ഓഫ് 0 മൈനസ് എസ് എക്സ് ഡബിൾ ഡാഷ് ഓഫ് 0. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആണ് എന്ന് പറയുന്ന കേസസിൽ ഇതെല്ലാം 0 ആയിരിക്കും. സോ നമ്മൾ എഴുതും ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എസ് എക്സ് ഓഫ് എസ്, ഡി സ്ക്വയർ എക്സ് ഓഫ് ടി ബൈ ഡി ടി സ്ക്വയറിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് സ്ക്വയർ ഓഫ് എക്സ് ഓഫ് എസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആകുന്ന കേസിൽ, ഓക്കെ, അതായത് ടൈം 0യിൽ ഉള്ള വാല്യൂ 0 ആണെന്ന് പറയുന്ന കേസിൽ ഇതെല്ലാം 0 ആയിരിക്കും. ഈ ഒരു ടേം മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, സോ അത് ആപ്ലിക്കേഷൻ വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ഇനീഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറം. ഇനീഷ്യൽ വാല്യൂ തിയറം പ്രൂഫ്, ഫൈനൽ വാല്യൂ തിയറം പ്രൂഫ്, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. IVT നമ്മൾ പറയും. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ആണെങ്കിൽ ദെൻ ദ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുന്നത്, ടൈം t ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ലിമിറ്റ് t ടെൻസ് ടു 0 എക്സ് ഓഫ് ടി, അതായത് ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, എസ് ഇൻഫിനിറ്റി ആവുന്ന കേസ്, എസ് ഓഫ് എസിലും എസ് ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താണോ വാല്യൂ അതായിരിക്കും t ടെൻസ് ടു 0 എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത്. നമുക്ക് പ്രൂഫ് നോക്കാം. പ്രൂവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഫൈനൽ വാല്യൂവും ഇനീഷ്യൽ വാല്യൂവും പ്രൂവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. സോ നമുക്ക് പ്രൂഫ് നോക്കാം. ഓക്കെ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അതായത് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ്, എസ് എക്സ് ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടി വെച്ചിട്ട്. ഓക്കെ, ഇനി multiplying both sides with limit s tends to infinity. Okay, so integral 0 to infinity d by dt x of t e raised to minus st dt is equal to limit s tends to infinity s x of s minus x of 0. ഓക്കെ, ഇനി ഇൻഫിനിറ്റി ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എസിൻ്റെ ടേമേ ഉള്ളൂ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ഈ ടേം എന്താകും, 0 ആകും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് വി ഗെറ്റ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് 0. ഓക്കെ, എക്സ് ഓഫ് 0ക്ക് എസിൻ്റെ ടേം ഇല്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എസ്. ഇതാണല്ലോ നമ്മൾ മുമ്പേ പറഞ്ഞത് ഇനീഷ്യൽ വാല്യൂ തിയറമായിട്ട്. ഓക്കെ, എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ടി 0 ആവുന്ന കേസാണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് എസ്. ഓക്കെ, സോ
ഇനീഷ്യൽ വാല്യൂ തിയറം ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നൗ ദ ഫൈനൽ വാല്യൂ തിയറം. ഫൈനൽ വാല്യൂ തിയറം പറയുന്നത് ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് 0 to ഇൻഫിനിറ്റി തൊട്ട് അവസാനത്തെ വാല്യൂ ആണ് ഇൻഫിനിറ്റി. t ഇൻഫിനിറ്റി ആവുന്ന കേസിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ, അതായത് എക്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് അത് ലാപ്ലാസ് ട്രാൻസ്ഫോം വെച്ചിട്ടും കണ്ടുപിടിക്കാം, ഇസ് ഈക്വൽ ടു എസ് ടെൻസ് ടു 0 എസ് എക്സ് ഓഫ് എസ്. ഓക്കെ, ഇതാണ് ഫൈനൽ വാല്യൂ തിയറം പറയുന്നത്. അതായത് എക്സ് ഓഫ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു 0 എസ് എക്സ് ഓഫ് എസ് ആയിരിക്കും. എക്സ് ഓഫ് എസിൻ്റെ കൂട്ടത്തിൽ എസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് എസ് ടെൻസ് ടു 0. ഓക്കെ, പ്രൂഫ് നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി എക്സ് ഓഫ് ടി e raised to minus st dt, okay, is equal to s x of s minus x of 0. Okay, ഇത് നമ്മൾ പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടുപിടിച്ചു. സോ ഹിയർ നൗ വി ആർ ഗോയിങ് ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 ആണ് രണ്ടിടത്തും കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി ടി എക്സ് ഓഫ് ടി e raised to minus st dt is equal to limit s tends to 0 s x of s minus x of 0. ഓക്കെ, നൗ എസിന് 0 കൊടുക്കുമ്പം ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആകും. സോ ഈ ഒരു ടേം ഇല്ലായിരിക്കും. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം ഡി ബൈ ഡി ടി എക്സ് ഓഫ് ടി ഇൻറ്റു ഡി ടി is equal to limit s tends to 0 f x of s minus x of 0. ഓക്കെ, ഡി ടിയും ക്യാൻസൽ ആകും. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടെ ക്യാൻസലായിട്ട് എക്സ് ഓഫ് ടി നമുക്ക് 0 ടു ഇൻഫിനിറ്റി എന്ന് തന്നെ വരും. ഓക്കെ, പ്ലസ് എക്സ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് എക്സ് ഓഫ് എസ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 0. ഓക്കെ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആകും. ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് എക്സ് ഓഫ് എസ്. ഓക്കെ, ഇംപ്ലൈസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് എക്സ് ഓഫ് എസ്. ഓക്കെ, വിച്ച് ഈസ് ദ ഫൈനൽ വാല്യൂ തിയറം. ഓക്കെ, സോ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെ പുസ്തകത്തിൽ നോക്കുമ്പോഴൊക്കെ പല പ്രോപ്പർട്ടീസ് വരും. ഇനി സെറ്റ് ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസും കൂടെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.